നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കളിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ ദുബായിൽ പോകാനുള്ളതാണ്. വിമർശനവുമായി വീണ്ടും അക്രം. വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനായി പാകിസ്ഥാന്റെ ജീവിതം ബാക്കി. T20 ലോകകപ്പിലെ പാകിസ്ഥാന്റെ പ്രകടനത്തെ വിമർശിച്ച് ഫേസ് ഇതിഹാസം വസീം അക്രം. സൂപ്പർ 8 കാണാതെ പാകിസ്ഥാൻ പുറത്തായി. അയർലാൻഡും USA-യും തമ്മിലുള്ള മത്സരം മഴ മൂലം തടസ്സപ്പെട്ടതോടെ രണ്ട് ടീമുകളും പോയിന്റ് വീതിച്ചു. അതോടെ USA സൂപ്പർ 8-ലും പാകിസ്ഥാൻ സൂപ്പർ 8-ന് പുറത്തുമായി. അഭിമാനകരമായി സൂപ്പർ 8-ലേക്ക് യോഗ്യത നേടിയതിനും 2026 T20 ലോകകപ്പിലെ സ്ഥാനമുറപ്പിച്ചതിനും അക്രം USA-യെ അഭിനന്ദിച്ചു. അവരുടെ വിജയം വർദ്ധിച്ചു വരുന്ന കായിക രംഗത്തെ ആഗോളവൽക്കരണത്തെ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് അവർ അവരുടെ സ്ഥാനം ഉറപ്പിച്ചത്. പാകിസ്ഥാനെ സംബന്ധിച്ച് എമിറേറ്റ്സ് വിമാനം പിടിച്ച് ദുബായിലേക്കും പിന്നെ അവിടെ നിന്ന് പാകിസ്ഥാനിലേക്കും യാത്ര ചെയ്യണമെന്നുള്ളത് മാത്രമാണ് പദ്ധതി. അപ്പോൾ പിന്നെ എന്തു സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ICC പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ അക്രം പറഞ്ഞു, ഇതുവരെയുള്ള മത്സരങ്ങളിൽ ദുർബലരായ കാനഡയ്ക്കൊപ്പം മാത്രമാണ് പാകിസ്ഥാൻ വിജയിച്ചത്. ഇന്ത്യ-ഓസ്ട്രേലിയ ഫൈനൽ. ലോകകപ്പിൽ അത് സംഭവിക്കും. ബ്രാഡ് ഹോഗ്. 16-ാം തീയതി ഞായറാഴ്ച ഫ്ലോറിഡയിലാണ് പാകിസ്ഥാന്റെ അടുത്ത മത്സരം, അതും അയർലാൻഡിനെതിരെ. വെള്ളപ്പൊക്കവും മഴ സാധ്യതയും കാരണം ആ മത്സരം നഷ്ടമാകാൻ തന്നെയാണ് സാധ്യത. മുൻ ഓസ്ട്രേലിയൻ സ്പിന്നർ ബ്രാഡ് ഹോഗ് പ്രവചിച്ചിരിക്കുകയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും T20 ഫൈനലിൽ ഏറ്റുമുട്ടും. സൂപ്പർ 8-ൽ ഓസ്ട്രേലിയയും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയും ബംഗ്ലാദേശിനെയും തോൽപ്പിച്ച് സെമി ഫൈനലിലേക്ക് മുന്നേറും. ഒടുവിൽ ഫൈനലിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും നേർക്കുനേർ വരും. അത് സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, സ്റ്റാർ സ്പോർട്സിൽ ബ്രാഡ് ഹോഗ് പറഞ്ഞു. സൂപ്പർ 8-ലെ ഇന്ത്യ ഓസീസ് പോരാട്ടം ഓസ്ട്രേലിയയ്ക്കാണ് മുൻതൂക്കമെന്ന് ഞാൻ കരുതുന്നു. നിലവിൽ ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസിലാണ് കളിക്കുന്നത്, എന്നാൽ ന്യൂയോർക്കിലാണ് ഇന്ത്യ ഇപ്പോൾ. അതിനാൽ ഓസ്ട്രേലിയയ്ക്കായിരിക്കും സാധ്യത കൂടുതൽ. IPL-ൽ ധാരാളം ഫ്ലാറ്റ് പിച്ചുകളിൽ കളിച്ചുമാണ് ഇന്ത്യ വരുന്നത്. അത് ഇന്ത്യക്ക് പ്രശ്നമാകുമെന്നും ഹോഗ് പറഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഗുഡ് ബൈ.